Hello, today we are going to discuss about HTTP GET and POST method. So let's start. HTTP GET and POST method in PHP. HTTP GET and POST are the two most commonly used methods for handling data transfer between the client or web browser and the server in web application built with PHP. HTTP ഗെറ്റും പോസ്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡാറ്റ ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഈ കോമൺലി PHP യൂസ് ചെയ്തിട്ടുള്ള വെബ് ആപ്ലിക്കേഷനിലൊക്കെയാണ് ഗെറ്റ് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ HTTP മെത്തേഡ്സ്? HTTP മെത്തേഡ്സ് ഓൾസോ നോൺ ആസ് HTTP verbs and they are used to indicate the desired action to be performed on a resource on the web server. വെബ് സെർവറിൽ ഡിസൈഡ് ആയിട്ടുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. HTTP മെത്തേഡ്സിന് ഓൾസോ കോൾഡ് HTTP വെർബ്സ്. കോമൺ മെത്തേഡ്സ് ആയിട്ട് HTTP മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ മോസ്റ്റ് കോമൺ HTTP മെത്തേഡ്സ് ആർ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, ഹെഡ് ആൻഡ് ഓപ്ഷൻസ്. പർപ്പസ്, ഇവയുടെയൊക്കെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? റിട്രീവ് ഡാറ്റ, ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ, അപ്ഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡാറ്റ ഓർ ഡിലീറ്റിംഗ് ഡാറ്റ. HTTP മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർവറിൽ നിന്നും ഡാറ്റാസ് എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാം. അതുപോലെ പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. Get method is used to retrieve data from the server. It sends the request parameters as part of the URL. ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, HTTP മെത്തേഡാണ്. ഓക്കെ, ഇറ്റ് സെൻസ് ദ റിക്വസ്റ്റ് പാരാമീറ്റേഴ്സ് ആസ് പാർട്ട് ഓഫ് ദി URL. നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് ഇവ എന്താണ്, URL പാരാമീറ്റേഴ്സ്, അതായത് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ URL പാർട്ടായിട്ടാണ് പോകുന്നത്. ഓക്കെ, സെർവറിലേക്ക് പോയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവ യൂസ് ചെയ്യുന്നത് Get is commonly used for fetching web pages, retrieving data from a database or performing searches on a website. കോമൺലി ആയിട്ട് എന്താണ്, വെബ് പേജസ് തമ്മിൽ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ സെർച്ചസിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗൂഗിളിൽ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഒക്കെ എന്തായിട്ട് മാറും, URL പാസ് ചെയ്തിട്ട് സെർവറിലേക്ക് പാസ് ചെയ്തിട്ട് അവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് റിക്വസ്റ്റ് have a maximum length limit as the request parameters are included in the URL which can affect security and the amount of data that can be sent. അതായത് നമുക്കൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വേർഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാരാമീറ്ററിലൂടെ പാസ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ, സെർച്ച് ബാർസിലൊക്കെ ഗെറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാഷിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് റിക്വസ്റ്റ് ആർ ഓഫൺ കാഷ്ഡ് ബൈ വെബ് ബ്രൗസേഴ്സ് ആൻഡ് പ്രോസസ് വിച്ച് ക്യാൻ ഇംപ്രൂവ് പെർഫോമൻസ് ബട്ട് ഓൾസോ ഇൻട്രൊഡ്യൂസ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വിത്ത് ദി സ്റ്റൈൽ. അതായത് നമ്മൾ ഓൾറെഡി ഓൾഡായിട്ട് നമ്മൾ കൊടുത്തുള്ള മെസ്സേജസ് അല്ലെങ്കിൽ സെർച്ചസ് കീവേഡ്സ് ഒക്കെ എന്ത് ചെയ്യും, നമുക്കത് പോപ്പായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതെന്താണ്, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ഈ ഗെറ്റിൽ എന്താണ്, അത് കൂടുതൽ സപ്പോർട്ടീവാണ്. പക്ഷേ ഈ ഓൾഡ് മെസ്സേജ് ഉണ്ടായതുകൊണ്ട് തന്നെ അതെന്താണ്, പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വരാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, പോസ്റ്റ് മെത്തേഡ്. The post method is used to send data to the server to create or update a resource. The request parameters are included in the request body, not the URL. അതായത് പോസ്റ്റ് മെത്തേഡ് എന്താണ്, സെയിം ആസ് ദി പോസ്റ്റ് ഓഫീസ്. അതായത് ലെറ്റർ നമ്മൾ പാസ് ചെയ്യുന്നില്ല, പോസ്റ്റ് വഴി അയക്കുന്ന, അതിന് സെയിം ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ എന്താണ് കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റഡ് മോഡിലായിരിക്കും സെർവറിലേക്ക് എത്തുക, മറ്റൊരാൾക്ക് അത് കാണാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂരിറ്റി കൂടുതലുള്ള ഒരു മെത്തേഡാണ് പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവന്താണ്, സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് മെത്തേഡ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ form submissions, file uploads and other operations that require sending large amount of data or sensitive information. നമ്മൾ ഫയൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്ന ചില വെബ് പേജസിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുന്നത്, ഇവയൊക്കെ എന്താണ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് മെത്തേഡ്സ് സെക്യൂരിറ്റി, പോസ്റ്റ് റിക്വസ്റ്റ്
are more secure than GET requests because the request parameters are not visible in the URL, reducing the risk of sensitive data exposure. പോസ്റ്റ് മെത്തേഡാണ് കൂടുതൽ സെക്യൂർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ URL എന്ത് ചെയ്യില്ല, ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻക്രിപ്റ്റഡ് മോഡിലാണ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോസ്റ്റ് എന്താണ് ഗെറ്റിനേക്കാൾ കൂടുതൽ സെക്യൂർ ആണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ് ആൻഡ് പോസ്റ്റ്. റിക്വസ്റ്റ് പാരാമീറ്റേഴ്സ് എന്താണ് ഗെറ്റിൽ URL വഴിയാണ് പാസ് ചെയ്യുക. പോസ്റ്റ് മെത്തേഡിലോ അതൊരു ബോഡി ആയിട്ട് എൻക്രിപ്റ്റഡ് മോഡിലാണ് പോകാറ്. ഓക്കെ, ഇനി സെക്യൂരിറ്റി. പോസ്റ്റ് റിക്വസ്റ്റ് ആർ മോർ സെക്യൂർ ആസ് പാരാമീറ്റേഴ്സ് ആർ നോട്ട് വിസിബിൾ ഇൻ URL. പോസ്റ്റ് മെത്തേഡ് എന്താണ് URL പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സെക്യൂർ ആണ്. ഓക്കെ, caching. Get requests are often cached by the web browsers and processes, while post requests are typically not cached. Caches കൂടുതലായിട്ട് ഗെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതെന്താണ് മോർ സെക്യൂർ. കാഷിങ്ങിൽ എന്താണ് ഗെറ്റാണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, വെൻ ടു യൂസ് ഗെറ്റ് ഓർ പോസ്റ്റ്. അതായത് ഡാറ്റാസ് ഒക്കെ റിട്രീവ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താണ് ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യാറ്. യൂസ് ഗെറ്റ് ഫോർ റിട്രീവിങ് ഡാറ്റ സച്ച് ആസ് സെർച്ചിങ് ഫോർ പ്രോഡക്ട്സ് ഓർ ഫെച്ചിങ് വെബ് പേജസ്. ഇവയ്ക്കൊക്കെ എന്താണ് നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഈ ഫോം സബ്മിഷൻസിൻ്റെ ടൈമിൽ നമ്മൾ പോസ്റ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. യൂസ് പോസ്റ്റ് ഫോർ ഫോം സബ്മിഷൻസ് എസ്പെഷ്യലി വെൻ ഡീലിംഗ് വിത്ത് സെൻസിറ്റീവ് ഡാറ്റ ഓർ ക്രിയേറ്റിംഗ് ഓർ അപ്ഡേറ്റിംഗ് റിസോഴ്സസ്. ഈ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇനി ഫയൽ അപ്ലോഡ് ചെയ്യുന്ന കേസിലൊക്കെ ആണെങ്കിലും പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറ്. യൂസ് പോസ്റ്റ് ഫോർ ഫയൽ അപ്ലോഡ്സ് ആസ് ദേ ഓഫൺ റിക്വയർ സെൻഡിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. നല്ല കോൺഫിഡൻഷ്യൽ ആയുള്ള ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇനി ബുക്ക് മാർക്കിംഗ്. യൂസ് ഗെറ്റ് ഫോർ ആക്ഷൻസ് ദാറ്റ് ഷുഡ് ബി ബുക്ക് മാർക്കബിൾ സച്ച് ആസ് വ്യൂവിങ് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ പേജ്. ബുക്ക് മാർക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഗെറ്റ് മെത്തേഡാണ്. നമുക്ക് എന്താണ് വീണ്ടും വിസിറ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ്ലിംഗ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് ഇൻ PHP. അസസിങ് ഗെറ്റ് ഡാറ്റ. ഗെറ്റ് യൂസ് ചെയ്യുന്ന ഡാറ്റനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഗ്ലോബൽ അറേ ആയിട്ടുള്ള $_get എന്ന കീവേഡാണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ പോസ്റ്റ് ഡാറ്റ ആണെങ്കിലോ സൂപ്പർ ഗ്ലോബൽ അറേ ആയിട്ടുള്ള $_post എന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കാദ്യം ഗെറ്റിന് എക്സാമ്പിൾ നോക്കാം. ഇതൊരു വെബ് പേജാണ്, ഗെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വെബ് പേജാണ്. ഞാൻ ഗെറ്റിന് നെയിം കൊടുക്കുകയാണ്. നെയിമായിട്ട് ഞാൻ പാസ്വേഡ് ഞാൻ 1234 കൊടുത്തു. ഓക്കെ, ഇത് ലോഗിൻ ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ സേവ് ചെയ്തു. ഇവിടെ കണ്ടോ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ URL ആയിട്ട് പാസ് ചെയ്തിട്ട് നെയിം ശക്തി സ്പേസ് ഉള്ളത് എന്തായിട്ട് മാറും, ആംപർസൻഡ് യൂസ് ചെയ്തിട്ട് നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഈ പാസ്വേഡ് 1234 സബ്മിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ കിട്ടുക നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നോക്കാം. നമുക്ക് പാസ്വേഡും കൊടുത്തു, നെയിമും കൊടുത്തു. ഇവിടെ കണ്ടോ നമ്മൾ കൊടുത്ത ഇൻഫർമേഷനെ URL വഴിയല്ല, അതൊരു പോസ്റ്റ് വഴി ആയതുകൊണ്ട് തന്നെ എന്താണ് അത് കൂടുതൽ സെക്യൂർ ആണ്. അപ്പോൾ ഇതാണ് ഗെറ്റിന് എക്സാമ്പിളും ഇത് പോസ്റ്റിന് എക്സാമ്പിളും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ഹിയറിങ് മീ.